വെനിസ്വേലയുടെ ഓഹരി വിപണി ഒറ്റ ദിവസം കൊണ്ട് 50% കുതിച്ചുയർന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യം വെനിസ്വേലയാണ്. ഒരു വശത്ത് അമേരിക്ക പ്രധാന നടപടി സ്വീകരിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അറസ്റ്റ് ചെയ്തു. മറുവശത്ത് അവിടുത്തെ വിപണി കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ ഭൂരാഷ്ട്രീയ യുദ്ധത്തിനും എണ്ണ ശേഖരത്തിൽ അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന നിയന്ത്രണത്തിനുമിടയിൽ വെനിസ്വേലൻ ഓഹരി വിപണി റോക്കറ്റ് വേഗത്തിൽ ഓടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശയകരമെന്ന് പറയട്ടെ, പ്രസിഡന്റിന്റെ അറസ്റ്റ് മൂലം കുഴപ്പങ്ങൾ പറഞ്ഞു വന്ന ഭയം ഉണ്ടായിരിക്കുന്നിടത്ത് കാരക്കാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ദിവസം കൊണ്ട് 50% കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെയും രാഷ്ട്രീയ വിശകലന വിദഗ്ധരെയും അമ്പരപ്പിച്ചു. സാധാരണയായി ഒരു രാജ്യത്ത് സൈനിക നടപടിയോ പ്രസിഡന്റിന്റെ അറസ്റ്റോ പോലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഓഹരി വിപണി തകരും. പക്ഷേ വെനിസ്വേലയിൽ സ്ഥിതി പൂർണ്ണമായും വിപരീതമാണ് എന്നുള്ളതാണ്. വെനിസ്വേലയുടെ പ്രധാന ഓഹരി വിപണിയായിട്ടുള്ള കാരക്കാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ റോക്കറ്റ് വേഗത്തിൽ വളരുകയാണ്. ഒരു ദിവസം കൊണ്ട് കാരക്കാസ് ജനറൽ സൂചിക 50%-ലധികം കുതിച്ചുചാടി. ജനുവരി 6 ഈ സൂചിക 3896.82 മുതൽ 82 പോയിന്റിൽ ക്ലോസ് ചെയ്തു. ജനുവരി 2 മുതൽ ഇന്ന് വരെയുള്ളതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഡൂറോയുടെ അറസ്റ്റിന് ശേഷം വിപണി 74%-ലകം ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.